മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ജയിൽ മോചിതരാകാനുള്ള രേഖകൾ കുടുംബം കോടതിയിൽ സമർപ്പിച്ചു. കോടതി ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് ലഭിച്ചാൽ ഉടനെ മോചനം സാധ്യമാകും. പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും സാധാരണ ഉപാധികളോടെയാണ് ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതി ജാമ്യം അനുവദിച്ചത്. രാജ്യം വിട്ടു പോകരുതെന്ന് മാത്രമാണ് പ്രത്യേക നിർദ്ദേശമുള്ളത്. മുബഷിർ പി അക്ബറും ആദിൽ പാലോടും ചേരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന്. നമുക്ക് ആദ്യം മുബഷിറിലേക്ക് പോകാം. ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തതും മുബഷിർ പി അക്ബറാണ്. മുബഷിർ, കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ജയിലിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികളായിട്ടുണ്ടോ? മറ്റു നടപടിക്രമങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ജാമ്യം കൊടുത്ത സമയത്ത് കോടതിയിൽ ഹാജരാക്കാൻ ചില രേഖകളൊക്കെ തന്നെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. റായ്പൂർ അതിരൂപതയാണ് കേസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്, നമുക്കറിയാം വിനീത. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ അവിടെ നിന്നും, അതായത് ജയിലിൽ സ്ഥിതി ചെയ്യുന്ന ദുർഗിൽ നിന്നും ഈ പറയപ്പെടുന്ന രേഖകൾ, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുമായിട്ട് കുടുംബം ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരുന്നു. പക്ഷേ ഇമെയിൽ വഴി അയച്ചു കൊടുത്ത രേഖകളൊക്കെ തന്നെ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കോടതിയുടെ ഉത്തരവ് സ്വാഭാവികമായിട്ടും ജയിലിൽ ലഭിച്ചാൽ ഇനി കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇപ്പോൾ കോടതി ഇമെയിൽ വഴി അവർക്ക് ലഭിച്ച രേഖകൾ അംഗീകരിച്ചതുപോലെ തന്നെ ഇമെയിൽ വഴി ജയിൽ സൂപ്രണ്ടിനും ഇത്തരത്തിലുള്ള കോടതി ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രൊസീജിയർ അതിവേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് റായ്പൂർ അതിരൂപ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകൾ ഉള്ളിൽ തന്നെ അതിവേഗത്തിൽ തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത, വിധി ഇന്ന് പുറത്തു വന്നത് ഏകദേശം 11:53 ബിലാസ്പൂരിലെ NIA ജില്ലാ കോടതിയിലായിരുന്നു ഈ ഒരു ജാമ്യം പരിഗണിച്ചിരുന്നത്. കൃത്യമായിട്ടും നിയമവിദഗ്ധരുമായി തന്നെ കൂടിയാലോചന നടത്തിയതിനു ശേഷം കുടുംബം ഈ കോടതിയെ സമീപിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർത്തതുകൊണ്ടായിരുന്നു കോടതി ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിയിരുന്നത്. ആ ജഡ്ജ്മെന്റ് ഓർഡറൊക്കെ തന്നെ കൃത്യമായി വായിച്ചു നോക്കി അത് പരിശോധിച്ച് കറക്റ്റ് ചെയ്തതിനു ശേഷമാണ് ജഡ്ജായിട്ടുള്ള സിറാജുദ്ദീൻ ഖുറൈശി ഇത്തരമൊരു ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതോടൊപ്പം തന്നെ 50,000 രൂപയുടെ 2 ആൾ ബോണ്ടുകൾ, ഒരു വ്യക്തിയുടെ ബോണ്ടും അതോടൊപ്പം തന്നെ 2 ആൾ 50,000 രൂപയിലുള്ള ഇവിടെ സമർപ്പിച്ചതിനു ശേഷം പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കണമെന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അല്പസമയത്തിൽ തന്നെ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ഛത്തീസ്ഗഡിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അമൃതോദാസ് നമ്മളോട് പങ്കുവച്ചത്, കഴിഞ്ഞ ദിവസം കേസ് കോടതി പരിഗണിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ കസ്റ്റഡി അപേക്ഷ നൽകാത്തതെന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചിരുന്നു. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല, പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല. അതുൾപ്പെടെ ജാമ്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ ഇപ്പോൾ രേഖകൾ സമർപ്പിച്ചിരിക്കുകയാണ് കുടുംബം. ഇനി ഇപ്പോൾ ഉത്തരവ് ജയിലിലേക്ക് എത്തണം. ആദിൽ പാലോടുണ്ട് ദുർഗ് ജയിലിൽ മുന്നിൽ നിന്ന്. അതിൽ വൈകാരിക രംഗങ്ങളാണ് നമ്മൾ കണ്ടത്, ഒപ്പം നാടകീയത രംഗങ്ങൾ കൂടി എന്നുകൂടി പറയണം. ഏതായാലും മോചനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു, അല്ലേ? ഉറപ്പായും അല്പസമയം എന്നുള്ളത് 2-3 മണിക്കൂറാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ഈ കോടതിയിൽ നിന്ന് ഓർഡർ, പൂർണ്ണമായ ഉത്തരവ് ഇവിടെ ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ, റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അങ്ങനെ എത്തുന്നത് റോഡ് മാർഗമാണോ അതോ മെയിൽ മുഖേന എത്തിക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. മെയിൽ മുഖേനയാണെങ്കിൽ കൂടുതൽ സമയം കുറഞ്ഞു കിട്ടും. അതിനുശേഷം റിമാൻഡ് ഉത്തരവ് കോടതിയിലേക്ക് എത്തിയാൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മോചനം സാധ്യമാക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇക്കാര്യം ജയിൽ സൂപ്രണ്ട് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ആശ്വാസകരമായ സന്തോഷ കണ്ണീരിൻ്റെ കാഴ്ചകളായിരുന്നു, വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ഈ ജാമ്യം വന്ന സമയം മുതൽ കോടതി ജയിൽ വളപ്പിൽ നമ്മൾ കണ്ടത്. ജനപ്രതിനിധികൾ, 3 മുന്നണികളുടെയും ജനപ്രതിനിധികൾ അവിടെ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇടത് സംഘത്തിൽ നിന്ന് ജോൺ ബെട്ടാസും ജോസ് കെ മാണിയും പി സന്തോഷ് കുമാറും എത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്നാകട്ടെ റോജി എം ജോണും ഒപ്പം ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ഒരു സംഘമെത്തി. BJPയുടെ നേരത്തെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. മധുര വിതരണം ചെയ്യുന്നു, ജയിൽ ഉദ്യോഗസ്ഥർക്ക് മധുരം നൽകുന്ന കാഴ്ച, ആ ആഹ്ലാദത്തോടെ ആനന്ദക്കണ്ണീർ പൊഴിച്ച് പരസ്പരം കെട്ടിപ്പിടിക്കുന്ന കാഴ്ച, ആ രൂപത്തിൽ വൈകാരികമായ നിമിഷങ്ങളാണ് ദുർഗ് സെൻട്രൽ ജയിലിന് മുന്നിൽ നമ്മൾ കണ്ടത്. ആ സന്തോഷത്തിലേക്ക് അത് പൂർണ്ണാർത്ഥത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ഈ ഉത്തരവ് ജയിലിൽ
എത്തുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമം. ആ നടപടിക്രമം പൂർത്തിയായി കഴിഞ്ഞാൽ 20 മിനിറ്റ് നേരം കൊണ്ട് ഇവർ ജയിൽ മോചിതരാകും. 10 ദിവസമായി ഇവർ ജയിലിൽ അകത്ത് കിടക്കുകയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വിനീത, ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഏതായാലും ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. ഉത്തരവ് ജയിലിലേക്ക് എത്തിയാൽ ഉടൻ അവരുടെ മോചനം സാധ്യമാകും. 9 ദിവസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾ ജയിലിന് പുറത്തേക്ക് എത്തുന്നത് എന്നതാണ്. ആദിൽ പാലോടും മുബഷിർ പി അക്ബറും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഛത്തീസ്ഗഡിൽ തുടരുകയാണ്.